ഹേ ഗായ്സ്, ദിസ് ഇസ് എ സ്പെഷ്യൽ വീഡിയോ. അതായത് ഞാൻ കുറേ നാളായിട്ട് കാത്തിരുന്ന ഒരു സംഭവം നടന്നു. ആൻഡ് ഐ ആം ബാക്ക് ഫ്രം കൊച്ചി. ഹൈ ഗൈസ്, അങ്ങനെ സാനി വീഡിയോ റിവ്യൂ അങ്ങനെ നമ്മൾ കൊച്ചി വിട്ടു ഗൈസ്. നമ്മളല്ല അവള് ഒറ്റയ്ക്ക് കൊച്ചി വിട്ടു ഗൈസ്. she got something അത്രേ ഉള്ളൂ. I got something. She has nothing. She is free. അപ്പം ബൈ ഗൈസ്. വിശേഷങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സാനി ഇല്ലാത്ത ജീവിതം ആരും കരയരുത്. കപ്പള്ളി തുല്യാത്ത കപ്പള്ളി ഇവരെയാണ്. കുട്ടി ഞാൻ ഇല്ലാതെ ഇനി ഒരുപാട് വിഷമിക്കുള്ളൂ ഗൈസ്. അപ്പോൾ ഗൈസ് ബൈ. വി ആർ ട്രാവൽ. ട്രെയിനിൻ്റെ സീറ്റ് ഇരിക്കുകയാണ് ഗൈസ്. ബൈ ഫ്രണ്ട്സ്. ഗൈസ്, അപ്പം കൊച്ചി വിട്ട് തിരിച്ചു വന്നപ്പോൾ എൻ്റെ പൊന്നോ, 3 വലിയ ബാഗും കൊണ്ടാണ് ഞാൻ ജനറലിൽ കയറി വന്നത്. ആ യാത്ര ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ആൻഡ് നെക്സ്റ്റ് ഡേ തന്നെ ഡാഡിയായിട്ട് നേരെ കോളേജിൽ പോയി. വേറൊന്നിനുമല്ല, കോളേജിൽ നിന്ന് കിട്ടാനുള്ള സർട്ടിഫിക്കറ്റൊക്കെ തിരിച്ച് കിട്ടാൻ. അപ്പോൾ നമ്മൾ കോളേജ് എത്തിയിട്ടുണ്ട്. കണ്ട, ദിസ് ഇസ് എ ഫ്രണ്ട് ഗേറ്റ്. വേറെ പിള്ളേരൊക്കെ നടന്നു പോകും. കോളേജൊക്കെ വല്ലാണ്ടങ്ങ് മാറി. ബിനുവും വീഡിയോ എടുത്ത് കളിക്കുകയാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ മാറ്റമൊന്നും ഇല്ല, വലിയ മാറ്റമൊന്നും ഇല്ല ഗൈസ്. അങ്ങനെ ഞാനും ബിനുവും കൂടെ വീണ്ടും ബാക്ക് ടു കോളേജ് പഠിക്കാനല്ല ഗൈസ്. എന്തിനാ, അതിനുള്ള പ്രായം കഴിഞ്ഞു. ഇനി പഠിക്കാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വന്നേക്കാണ്. ഇന്നെങ്കിലും എല്ലാ സർട്ടിഫിക്കറ്റും തന്ന് തീർന്ന്, ഇതുമായിട്ടുള്ള ബന്ധം തീർന്ന് ഗൈസ്. കപ്പലണ്ടി മിഠായി വാങ്ങിക്കുന്ന കുട്ടി. നെക്സ്റ്റ് ഡേ ഞാൻ നേരെ ടെക്നോ പാർക്കിലോട്ട് പോയി ഡാഡിയായിട്ട്. ഹായ് ഗൈസ്, അപ്പം നമ്മൾ ഇന്നത്തെ ഓറിയൻറ്റേഷൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞെത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു 45 മിനിറ്റ്സ് ക്ലാസ് ആയിരുന്നു നമ്മുടെ. അതെന്താ കമ്പനി എന്താണ്, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. ആൻഡ് ഫൈനലി എനിക്ക് ഒരു ജോബ് കിട്ടിയെന്ന് കൺഫേം ആയിട്ടുണ്ട്. ആ ഓറിയൻറ്റേഷൻ ക്ലാസ്സിന് പോകുന്നത് വരെ ജസ്റ്റ് ചുമ്മയാണോ, ബിക്കോസ് പറയാൻ പറ്റുമല്ലോ, ചിലർ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞിട്ട് പറഞ്ഞു വിടാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ. അവിടെ ചിലപ്പോൾ കൺഫേം ആയി ഓക്കെ, ജോബ് എല്ലാം സെറ്റാ. പിന്നെ 1 മന്ത് ട്രെയിനിങ് ആയിരിക്കും. ആൻഡ് ഐ എം സോ ഹാപ്പി ഗൈസ്. ഇത് ഞാൻ പഠിച്ച ഫീൽഡ് അല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഐ ഗോട്ട് എ ജോബ്. ഒരു ഇൻ്റർവ്യൂ കോൾ, ഒരു മര്യാദക്കുള്ള ഇൻ്റർവ്യൂ കോൾ വന്ന് അത് അറ്റൻഡ് ചെയ്ത് ആൻഡ് അക്കോർഡിംഗ് ടു മൈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഓൾ ദാറ്റ് എനിക്കൊരു ജോലി കിട്ടി. ഐ എം സോ ഹാപ്പി വിത്ത് ഇറ്റ്. ആൻഡ് ഈവൻ മൈ ഫാമിലി ഓക്കെ, എൻ്റെ അമ്മ ഒക്കെ ആണ്. സോ ആൻഡ് എനിക്ക് ചുമ്മാ ചാടിക്കളിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഇവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഒരു 1 ഇയർ എങ്കിലും എന്നല്ല, ലൈക്ക് മിനിമം ഓഫ് 1 ഇയർ ഞാൻ ഇവിടെ തന്നെ തുടരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ജസ്റ്റ് ഇന്ന് പോയിട്ട് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു. ഐ തിങ്ക് ഞാനൊരു 5 പേരായിട്ട് സംസാരിച്ച്. ടോട്ടലി ഒരു 10 പേര് അടുപ്പിച്ചുണ്ടായിരുന്നു, 10-12 പേര്. അതിൽ മിക്കതും ബോയ്സ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 6 ഗേൾസ്, ഐ തിങ്ക് 6 ഗേൾസ്, ഒരു 8 സംതിങ് ബോയ്സ് എന്തുണ്ട്. ആൻഡ് ബോയ്സ് ആരുമായിട്ട് സംസാരിച്ചില്ല, ലൈക്ക് ഗേൾസായിട്ട് ജസ്റ്റ് ഒരു ഹൈ കോൺവെർസേഷൻസ് ഉണ്ടായിരുന്നു. ഇന്ന് ജസ്റ്റ് 2 ഹവറിലുണ്ടായിരുന്നു. നാളെയാണ് ഒറിജിനലായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നത് ഗൈസ്. സോ ഐ എം എക്സൈറ്റഡ് അബൌട്ട് മൈ കൊളീഗ്സ്. പിന്നെ കമ്പനി ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു വിസിറ്റർ മാത്രമാണ്. ആൻഡ് ഗൈസ്, ഐ ഗോട്ട് മൈ ID കാർഡ്. കോളേജ് കഴിഞ്ഞിട്ട് എനിക്ക് ID കാർഡ് എന്ന് പറഞ്ഞാൽ എന്താ കൈൻഡ് ഓഫ് അഡിക്ഷൻ ആണ്. നമ്മൾ ഇടുന്ന ഔട്ട്ഫിറ്റിന്റെ കൂടെ ആ ഒരു ID കാർഡും കൂടെ വരുമ്പോൾ ഉള്ളൊരു ഇതുണ്ടല്ലോ. അപ്പം കോളേജ് കഴിഞ്ഞിട്ട് ആ ID കാർഡ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു. ആൻഡ് നൗ ഐ ഗോട്ട് മൈ ID വിത്തൗട്ട് ഫോട്ടോ ഒന്നും ഇല്ലാതെ, ലൈക്ക് ന്യൂ ജോയിനർ എന്ന് പറഞ്ഞ് പ്രോജക്റ്റിൽ ID കാർഡ് കിട്ടിയിട്ടുണ്ട്. അതായിട്ട് കുറച്ച് നേരം നടന്നു. പിക്കൊന്നും എടുത്തില്ല ഗൈസ്, അതിനൊന്നും സമയം കിട്ടില്ല. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി എനിക്കിട്ട് ഏറ്റവും വലിയ അടി കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ലൈക്ക് നമ്മുടെ കമ്പനി റൂൾസ് അനുസരിച്ച് യു ഷുഡ് നോട്ട് യൂസ് ഫോൺ ഇൻസൈഡ് ദാറ്റ്. ഒരു ഓഫീസിൻ്റെ അകത്ത് ഫോൺ യൂസ് ചെയ്തുകൂടാ. അപ്പം എൻ്റെ 24/7 കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മമ്മിക്ക് ഏറ്റവും വലിയ അടിയായിരിക്കും അത്. യൂസ് ഫോൺ വെളിയിൽ വെച്ചിട്ട് വേണം പോകാൻ. സോ ദാറ്റ്സ് ഓൾ. നാളെ 7:30 or 8:30 മേ ബി നാളെ പോകേണ്ടി വരും ഗൈസ്. 7:30 ആണെങ്കിൽ എൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സിൻസ് യു നോ ദാറ്റ് ഞാൻ എൻ്റെ വീട്ടിലൊറ്റയ്ക്കാണ് കുക്ക് ചെയ്യുന്നത്. അപ്പം രാവിലെ എണീറ്റ് ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ എത്ര മണിക്ക് എണീക്കണം, ആൻഡ് എനിക്ക് ഒരുങ്ങണമെങ്കിൽ എത്ര മണിക്ക് ഒരുങ്ങണം. രാവിലെ കുളിക്കാനൊന്നുമില്ല ഗൈസ്, സീരിയസ്ലി. ബട്ട് സ്റ്റിൽ
കുളിക്കുന്നില്ല എങ്കിൽ കൂടിയും നമ്മൾ നേരത്തെ എണീക്കേണ്ടി വരും, ഫുഡ് ഉണ്ടാക്കണം. അപ്പം എന്താ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ കൂടി ടേക്സ് ടൈം. എങ്കിലും കട്ടിങ് അങ്ങനത്തെ എനിക്ക് രാത്രി ഉണ്ടാക്കി വെക്കുന്ന ഇഷ്ടമല്ല. സോ കട്ടിങ് അങ്ങനെയൊക്കെ ചെയ്തിട്ട് രാവിലെ എണീറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഐഡിയ. ഇതൊക്കെ വർക്കൗട്ട് ആവുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ബട്ട് ഐ റിയലി നീഡഡ് എ ജോബ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ. ഇനി നാളെ പോയിട്ട് നാളത്തെ അപ്ഡേറ്റും കൂടെ ആയിട്ട് ഞാൻ ഇനി ഈ വീഡിയോ കംപ്ലീറ്റ്ലി ഇടുന്നതാണ്. അതായത് ഗൈസ് എൻ്റെ ഫസ്റ്റ് ജോബ് റോളാണ്. അപ്പം ഐ എം സോ എക്സൈറ്റഡ് ആൻഡ് എനിക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. ആൻഡ് നമ്മുടെ സീരിയസ്ലി നമ്മൾ ഈ ജോലി ആയില്ലേ എന്ന് തിരക്കാൻ ഒരു 1000 പേര് കാണും. പക്ഷെ ജോലി ആയെന്ന് അറിഞ്ഞാൽ ആരും ദേ നെവർ കെയർസ്. അല്ലെങ്കിൽ തന്നെ അതിൽ സന്തോഷിക്കുന്ന പോലും നമ്മുടെ കുറച്ച് വിരളിലുള്ള എണ്ണാവുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ കാണൂ. അത് എനിക്ക് മനസ്സിലായി. ഇതായപ്പോൾ മീൻസ് ഇതായി ഞാൻ കുറച്ച് നേരത്തെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. സോ ഐ എം ഹാപ്പി വിത്ത് ഇറ്റ്. അപ്പം ഓക്കെ ബൈ. നാളത്തെ അപ്ഡേറ്റ് നാളെ ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ 1 month വന്നിട്ട് ട്രെയിനിങ് ആണ്. ആൻഡ് ഇന്ന് 1 month ഇല്ല, ശരിക്കും ഒരു 2 weeks ട്രെയിനിങ് ആയിരിക്കും. അപ്പം ഇന്ന് ട്രെയിനിങ്ങിൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു ഗൈസ്. 8:30 to 5:30 വരെ ഉണ്ടായിരുന്നു. വലിയ കുഴപ്പമില്ല ഗൈസ്. ട്രെയിനിങ് ഒക്കെ നൈസായിട്ട് സ്മൂത്തായിട്ട് പോയി. അതായത് കുറേ ടേംസ് അങ്ങനത്തെ സംഭവമൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാം ലൈക്ക് നമ്മൾ റിമെമ്പർ ചെയ്യേണ്ടിയിരിക്കേണ്ട കുറേ വാക്കുകളുണ്ട്. അതൊക്കെ ഓർത്തിരിക്കാൻ വേണ്ടി കുറേ ട്രെയിനിങ് എന്ന രീതിക്ക് തരുന്നുണ്ട്. ആൻഡ് ഐ ആം ഓക്കെ വിത്ത് മൈ ജോബ് റോൾ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൺ ദ ജോബ് ട്രെയിനിങ്. ഓൺ ദ ജോബ് നമ്മൾ ഒരു 2 weeks കഴിഞ്ഞിട്ട്, അതായത് ഈ ട്രെയിനിങ് കഴിഞ്ഞിട്ടായിരിക്കും ജോബിലോട്ട് കയറുന്നത്. അപ്പം ലൈക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഗൈസ് ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ. എൻ്റെ ഫസ്റ്റ് ജോലി ആയത് കൊണ്ടായിരിക്കണം എനിക്ക് പേഴ്സണലി കമ്പനിയെല്ലാം ഇഷ്ടപ്പെട്ട്. വേറൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. ബിക്കോസ് ഫസ്റ്റ് ആയിട്ട് ജോലി കിട്ടി ആൻഡ് ഫസ്റ്റ് ഡേ ജോലിക്ക് പോയതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. സോ ഇതൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ. അപ്പം ഗൈസ് ഇനി വീണ്ടും കുറേ ജോബ് റിലേറ്റഡ് മീൻസ് എന്താ ആ ഒരു വിശേഷങ്ങളായിട്ടൊക്കെ ഞാൻ വീണ്ടും വ്ലോഗ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും കാണാൻ മറക്കരുത് ഗൈസ്. 5:30 ജോലി കഴിയുന്നത്. വീടെത്തുമ്പം 6:30-7 മണിയാവും ഗൈസ്. അത് നല്ല തിരക്കാണ്. ഐ എം ടയർഡ് ഗൈസ്. അപ്പോൾ ബൈ. ഇനി നാളത്തേക്കുള്ള ഫുഡിൻ്റെ പരിപാടി ഇന്നേ തുടങ്ങണം. എല്ലാം കട്ട് ചെയ്തൊക്കെ വെക്കണം. നല്ല കഷ്ടപ്പാടാണ് ഗൈസ്. അപ്പം ഗൈസ് ഓക്കെ ബൈ. ഞാൻ എത്ര ഗൈസ് ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് കമൻറ്റ് ചെയ്യുന്നവർക്ക് അവാർഡുണ്ട്. അപ്പം അടുത്ത വീഡിയോ കാണുന്നത് വരെ ടാറ്റാ ബൈ.